ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡിന്നർ ഈസി ആയിട്ടുള്ളതും പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഡിന്നർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഹെൽത്തി ആയിട്ടെന്ന് വെച്ചാൽ കുറച്ച് വെജിറ്റബിൾ ഉണ്ട്, പിന്നെ കുറച്ച് ഷ്രിമ്പ് നമ്മൾ ഒത്തിരി കഴിക്കാതിരുന്നാൽ മതി, കുറച്ച് കഴിക്കുക. ഇത് വെച്ചാൽ ഞാൻ ഈ ഷ്രിമ്പ് എടുത്ത് വെച്ചിരിക്കുന്നത് ഹണി ഗാർലിക് ഷ്രിമ്പ് ഉണ്ടാക്കാൻ. ഓക്കെ, കുറച്ച് ബ്രൗൺ റൈസ് കുക്ക് ചെയ്യണം. ഈ ബ്രൗൺ റൈസ് ഞാൻ ഓൾറെഡി ഇവിടെ കുക്ക് ചെയ്ത് വെച്ചേക്കുക. ഇതിനിപ്പോൾ ഒരു കപ്പാണെങ്കിൽ നമ്മൾ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ബോയിൽ ചെയ്തിട്ട് അടച്ചു വെച്ചാൽ ഇതുപോലെ വരും. നല്ല ഹെൽത്തി ആയിട്ടുള്ള റൈസാണ് ബ്രൗൺ റൈസ്. ഈ വെജിറ്റബിൾ എനിക്കൊന്ന് സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് കുറച്ച് ഞാൻ ഒലിവ് ഓയിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഹണി ഗാർലിക് ഷ്രിമ്പ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഓൾറെഡി ഞാൻ റൈസ് ഉണ്ടാക്കി വെച്ചേക്കുക. പിന്നെ ഇത് ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കുക. മഷ്റൂമും കുറച്ച് ബ്രോക്കോളി. ഓക്കെ, അത് ഓൾറെഡി വെച്ചേക്കുക. പിന്നെ ഇത് ഷ്രിമ്പ് ക്ലീൻ ചെയ്ത് വെച്ചേക്കുക. ഇതിനകത്തോട്ട് നമുക്ക് ഒരു സോസ് ഉണ്ടാക്കി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് പിന്നെ ഓണിയനും ഈ റെഡ് ചില്ലിയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി അതിനകത്തോട്ട് ഷ്രിമ്പും ഇട്ട് പിന്നെ നമ്മളിത് ഗാർണിഷ് ചെയ്തെടുക്കുക. അതാണ് ഈ ഷ്രിമ്പ്. ആ സോസ് ഉണ്ടാക്കാനാണ് ഞാൻ ഇതൊക്കെ എടുത്ത് വെച്ചേക്കുന്നത്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. സോയ സോസും കുറച്ച് വിനീഗർ, ഹോട്ട് സോസും പിന്നെ ഇത് ജിഞ്ചറും ഗാർലിക്കും ഒക്കെ വെച്ചിട്ട് ഒരു സോസ് ഉണ്ടാക്കി മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്ത് പിന്നെ ഗാർണിഷ് ചെയ്തെടുക്കാം. ഓക്കെ, നമുക്ക് ഈ ഡിന്നർ ഉണ്ടാക്കാൻ തുടങ്ങാം. ഇപ്പം അതിൻ്റെ സോസ് ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുക. ഓക്കെ, ജിഞ്ചർ ഗാർലിക് ചതച്ചതും പിന്നെ ഹോട്ട് സോസ്, സോയ സോസ്, വിനീഗറും ഹണി ഒക്കെ ഒഴിച്ചിട്ട് അത് ഞാൻ പറഞ്ഞില്ല, ഓരോരുത്തർ ടേസ്റ്റ് അനുസരിച്ചിട്ട് നമുക്കിതൊക്കെ ആഡ് ചെയ്യാം. അപ്പം സോസ് ഉണ്ടാക്കി ഇപ്പം നമുക്ക് ഇത് മാരിനേറ്റ് ചെയ്തെടുക്കാം. മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുക. ഇതിന് നമുക്കൊരു പാൻ വെച്ചിട്ട് ചൂടാകുമ്പോൾ ഈ എണ്ണ, ഓക്കെ, ഞാൻ ഒരുപോലെ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ചൂടാകുമ്പോൾ നമുക്ക് ഷ്രിമ്പ് ഇട്ട് ഇപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഞാൻ അടുത്ത സൈഡ് സ്റ്റിച്ച് ചെയ്താൽ പോവാം. ഒരു 2 മിനിറ്റ് ഒന്ന് ഇതാക്കിയെടുക്കാൻ മതി, ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു സൈഡ് ഞാൻ വെന്തിട്ടുണ്ട്, മറ്റേ സൈഡ് തിരിച്ചിട്ട് അപ്പോൾ നല്ല ചൂടോടെ ഇരിക്കും. നമുക്ക് ഈ ബാക്കിയുള്ള സോസ് തന്നെ അങ്ങോട്ടങ്ങ് ഒഴിച്ച് കൊടുക്കും. ചൂടോടെ നമ്മൾ അതിനകത്തോട്ട് ആ സോസ് ഒഴിക്കുമ്പോൾ ഉണ്ടാക്കുന്നതിന് അതിനകത്തെല്ലാം നന്നായിട്ട് പറ്റി ഇരിക്കും. ഓക്കെ, ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇതിന് അതിനകത്തുനിന്ന് മാറ്റാൻ പോവാം. എന്നിട്ട് ഫ്രൈ ചെയ്ത് ഇതുപോലെ എടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് ഒണിയനൊക്കെ ഇട്ടിട്ട് അതിനകത്തോട്ട് ഇട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. പിന്നെ നമ്മളൊരു പാൻ വെച്ചിട്ട് കുറച്ച് റെഡ് ചില്ലിയും ഓണിയനും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി സാൾട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഓണിയന് സാൾട്ട് വേണമെങ്കിൽ കുറച്ച് സാൾട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചില്ല, അതോടെ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. റെഡിയായി. നമുക്കിത് ഗാർണിഷ് ചെയ്തെടുക്കാം. ഓക്കെ, ഈ ഗാർലിക് ഷ്രിമ്പ് റെഡിയായി. നമുക്കിനിപ്പോൾ ഇത് ഗാർണിഷ് ചെയ്തെടുക്കാം. ഓക്കെ, സ്പ്രിംഗ് ഓണിയനും സെസമി സീഡൊക്കെ വെച്ച് ഗാർണിഷ് ചെയ്ത് വെച്ചേക്കാം. അങ്ങനെ അടിപൊളിയായിട്ടുള്ളൊരു യമ്മി ആയിട്ടുള്ളൊരു ഹണി ഗാർലിക് ഷ്രിമ്പ് റെഡിയായി. ഓക്കെ, ശരിക്കും ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമുക്കിപ്പോൾ രാത്രി ഡിന്നറിനൊക്കെ വേഗത്തിൽ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ഹണി ഗാർലിക് ഷ്രിമ്പ് റെഡിയായി. പിന്നെ നമ്മുടെ റൈസ് ഓൾറെഡി റെഡി ആയിട്ടിരിക്കുക, നല്ല ഫ്ലഫി ആയിട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് ആ വെജിറ്റബിൾ ഇല്ലേ സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കാം. വെജിറ്റബിൾ എടുത്തിട്ട് മഷ്റൂം ഈ ബ്രോക്കോളി ഒന്ന് ചെറുതായിട്ട് സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഡിന്നർ കഴിക്കാം. ഇനിയിപ്പോൾ നമുക്ക് എടുത്തിരിക്കുന്ന വെജിറ്റബിൾ ഇല്ല, അതൊന്ന് നമുക്ക് സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കാം. തരാടെ വെയിറ്റ്. സോ അതിനായിട്ട് ഇനിയിപ്പോൾ നമുക്ക് ആ കൊക്കോ ഈസ് കോളിങ് മീ വൈ ഫുഡ് ഈസ് നോട്ട് റെഡി എന്നും പറഞ്ഞു. ഓക്കെ, സോ ഇനിയിപ്പോൾ നമുക്ക് ഈ വെജിറ്റബിൾ ഇരിക്കുന്നില്ല, അതൊന്ന് സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാനൊക്കെ വെച്ചു. ഞാൻ ഈ ബ്രോക്കോളി ഒന്ന് മൈക്രോവേവ് ചെയ്തു. ഓക്കെ, പാൻ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഈ ബ്രോക്കോളിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ കുറച്ച് സാൾട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഒരു 5 മിനിറ്റ്സ്. എന്നിട്ട് നമുക്ക് അപ്പം ചെറുതായിട്ടൊന്ന് സ്റ്റിർ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒന്ന് സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിപ്പം പാൻ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ഒലിവ് ഓയിലൊക്കെ. കുറച്ച് സാൾട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇട്ടിട്ട് ഒന്ന് റെഡി ആവട്ടെ. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടോ, ജസ്റ്റ് ഒന്ന് ബ്രോക്കോളി റെഡിയായി. നമുക്ക് മഷ്റൂം ഇട്ട് കൊടുക്കാം. ഞാൻ അതിനകത്തോട്ട് മഷ്റൂം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിൽ. ഇതിപ്പോൾ നമ്മൾ ഈ മഷ്റൂം ഉണ്ടാക്കുമ്പം ഇതിങ്ങനെ വെള്ളം പോലെ എടുത്ത് നമ്മൾ ഇതിനെ സൈഡിലോട്ട് മാറ്റി കൊടുത്താൽ മതി. ഇത് നന്നായിട്ട് ഇങ്ങനെ
മഷ്റൂം ഡ്രൈ ആയിട്ട് നല്ല ടേസ്റ്റിൻ്റെ വരും. ഓക്കെ, നമ്മൾ സ്റ്റിർ ഫ്രൈ ഇതിലോട്ട് മാറ്റി വെച്ച് കഴിയുമ്പോഴാണ് ആ വെള്ളം അങ്ങ് ഡ്രൈ ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പിന്നെ ഒന്ന് മാറ്റാൻ മതി. ആയിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമുക്കിത് ഓഫ് ചെയ്തിട്ട് നമുക്കൊരു ചെല്ലിലേക്ക് മാറ്റാം. ബ്രോക്കലി റെഡി ആയിട്ടിരിക്കുന്നു, മഷ്റൂം ഷ്രിമ്പും റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇത് അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഡിന്നർ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ കുറച്ച് റൈസ് എടുത്തു. ഇത് ശരിക്കും വേണ്ട നല്ല ഫ്ലഫി ആയിട്ടിരിക്കുക. ഓക്കെ, ഇത് ഓർഗാനിക് റൈസാണ്, പിന്നെ ബ്രൗൺ റൈസാണ്, പിന്നെ കുറച്ച് നമുക്ക് ഷ്രിമ്പ് എടുക്കാം അല്ലേ. അപ്പോൾ കുറച്ച് ഷ്രിമ്പും റൈസും പിന്നെ കുറച്ച് വെജിറ്റബിളൊക്കെ ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഉള്ളതാവും അല്ലേ ഫുഡ്. കുറച്ച് ബ്രോക്കലി, കുറച്ച് മഷ്റൂം ആക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, ഷ്രിമ്പ് നമ്മൾ ഒത്തിരി കഴിക്കാതിരുന്നാൽ മതി. ഓക്കെ, മേ ബി ഇപ്പം 4 പീസ് ഷ്രിമ്പും കുറച്ച് വെജിറ്റബിളൊക്കെ ആയിട്ട് നിങ്ങളിങ്ങനെ കഴിക്കുകയാണെങ്കിൽ ഇത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡിന്നറായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ ഇതുപോലെ എണ്ണം ഹെൽത്തി ഡിന്നർ വിത്ത് വെജിറ്റബിൾ ആൻഡ് റൈസ് ആൻഡ് ഹണി ഗാർലിക് ഷ്രിമ്പ് അല്ലേ. അപ്പം ഇങ്ങനെ ഒരെണ്ണം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇനി വേറെ റെസിപ്പിയായിട്ട് നെക്സ്റ്റ് വീക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.